ഇന്നത്തെ നമ്മുടെ റെസിപ്പി സേമിയ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എന്തൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഈ മൈദ ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പാല് നമ്മൾ ആദ്യം തന്നെ ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ മൈദ മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. മൈദയൊക്കെ കട്ടയായിട്ട് വരും. അപ്പോൾ ഇതുപോലെ കട്ടയൊക്കെ നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ. വെറും ഏലക്ക മാത്രം പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മതിയാവും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് ഇത് സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ ഇതൊന്ന് കുറുകിയിട്ട് വരും. പിന്നെ ഇത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മൈദ ആയതുകൊണ്ട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ സ്റ്റൗ ഓഫാക്കിയിട്ട് ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഇതുപോലെ 1 കപ്പ് നിറയെ സേമിയ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് സേമിയ ഒന്ന് ചെറുതായിട്ട് കുതിർത്തെടുക്കണം. അപ്പോൾ അത് ഞാൻ നല്ല നേരിയ സേമിയല്ല, ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള സേമിയാണ്, ഇടത്തരം വണ്ണത്തിലുള്ള സേമിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ചൂടാവേണ്ട, സേമിയ പറ്റ അങ്ങ് അലിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ ചെറുതായിട്ട് ഒരു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 1 മിനിറ്റ് മാത്രം ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. കൂടുതൽ സമയം വെക്കാൻ പാടില്ല. കൂടുതൽ സമയം വെച്ചാൽ കൂടുതലായിട്ട് കുതിർന്നു പോകും കേട്ടോ. അങ്ങനെ നമുക്ക് കൂടുതൽ കുതിർന്ന സേമിയല്ല വേണ്ടത്. ചെറിയ ചൂടുള്ള വെള്ളമാകുമ്പോൾ പെട്ടെന്ന് തന്നെ കുതിർന്ന് വരും കേട്ടോ. 1 മിനിറ്റ് തന്നെ വേണ്ട, പെട്ടെന്ന് കുതിർന്ന് വരും. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടിയാൽ നമുക്കൊരു അരിപ്പയിൽ ഇത് ഊറ്റി വെക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം, ഒരുപാട് വെള്ളമൊന്നും വലിയാനില്ല സമയത്തൊന്ന് വെള്ളം പെട്ടെന്ന് തന്നെ പോവും. എന്നിട്ട് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് മെൽറ്റാക്കി എടുത്തിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ നെയ്യൊക്കെ എല്ലാ ഭാഗത്തും, സേമിയത്തിലൊക്കെ എല്ലാ ഭാഗത്തും മിക്സ് ആവുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് തന്നെ ഇപ്പോൾ സേമിയയും നെയ്യും പഞ്ചസാരയും ഒക്കെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പലഹാരം റെഡിയാക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ഞാൻ ഉണ്ണിയപ്പച്ചട്ടിൻ്റെ ഓരോ കുഴിയിലും ഒരു 1/4 ടീസ്പൂൺ വെച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് നമുക്ക് കൈകൊണ്ട് ഇതുപോലെ കുഴിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം. പിന്നെ ഇത് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് ഇതിൻ്റെ കുഴി നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിനേക്കാളും കുറച്ചും കൂടെ ഒരു ആഴത്തിലുള്ള കുഴിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് സൈഡിലും അടിയിലൊക്കെ നെയ്യ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഓരോ കുഴിയിലും കുറേശ്ശെ സേമിയം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സേമിയം എല്ലാ ഭാഗത്തും ഇതുപോലെ ആ ഒരു കുഴിയുടെ ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ ഇത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇതിൻ്റെ നടുഭാഗത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുക്കാനുള്ള ഒരു കുഴിയായിട്ട് തന്നെ കിട്ടണം കേട്ടോ. ഇത് ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടിയുടെ ആ ഒരു കുഴിയുടെ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് സേമിയ ഇതുപോലെ ഒന്ന് നല്ല കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്കുള്ള ഈ ഒരു കുഴിയിലായിട്ട് നമ്മുടെ ആ ഒരു ക്രീം ഉണ്ടല്ലോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ കുഴിയിലും ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിൽ ഈ ഒരു സേമിയം വെച്ചിട്ട് തന്നെ ക്രീമൊന്നും കാണാത്ത വിധത്തിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം.
5 കുഴിയിലും എന്താ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇരുമ്പിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ആയതുകൊണ്ട് ചൂടായി കിട്ടാൻ കുറച്ച് താമസമാണ്. അപ്പോൾ ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത് ഇതൊന്ന് പെട്ടെന്ന് ചൂടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചൂടായി വന്നതിന് ശേഷം പിന്നെ നമുക്കിതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ റെഡിയാക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയും ചെയ്യും. ഇപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 6-7 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഇതുപോലെ റെഡി ആയിട്ട് വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ട് മൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ, അതായത് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സമയം വെക്കേണ്ടി വരും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മറിച്ച് നോക്കിയിട്ട് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്കിയുള്ളതും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി മറ്റേ സൈഡും കൂടെ ഈ ഒരു കളറായിട്ട് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോഴേക്കും റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമുക്കൊരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാനുള്ള ഒരു പാകത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഇവിടെ നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് കോരിയെടുക്കാം. പുറം ഭാഗത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ക്രീമോട് കൂടിയിട്ടുള്ള സേമിയ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്